എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവിൽ വന്ദനം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ പ്രോഗ്രാമുമായി ഞാൻ സനൻ ടി വിയിലേക്ക് എത്തുകയാണ്. ഞങ്ങൾക്ക് ചോദ്യമുണ്ട്, താങ്കൾക്ക് ഉത്തരമുണ്ടോ എന്ന മുൻകാല ടോക്ക് ഷോയ്ക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ഇന്നു മുതൽ ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന ഒരു ചർച്ചയാണ് ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ വിമർശനമല്ല വിശകലനം എന്നുള്ളതാണ്. ഇന്ന് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ സമാരംഭം കുറിക്കുമ്പോൾ ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്രൈസ്തവ പെന്തക്കോസ്ത സമൂഹത്തിന് സുപരിചിതനായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലെ എഴുത്തുകളിലൂടെ ശ്രദ്ധേയനായ, പരസ്യയോഗ പ്രഭാഷണങ്ങളിൽ വളരെ ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ഷിജു ആൻ്റണി അടിമാലി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. വിമർശനമല്ല വിശകലനം. ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വിമർശന ബുദ്ധിയോടെ കാര്യങ്ങളെ കാണുക എന്നുള്ളതല്ല, തികച്ചും വ്യത്യസ്തമായി ആനുകാലിക വിഷയങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് വളരെ പ്രസക്തമായ, അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ ഒരു വിഷയമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. SNDPയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയെ ആസ്പദമാക്കി വെള്ളാപ്പള്ളി ക്ഷമ പറയണമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഷിജു ആൻ്റണി പാസ്റ്റർ ആനുകാലിക വിഷയങ്ങളെയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരാളാണ്. മാത്രമല്ല, താങ്കളുടെ പരസ്യയോഗ പ്രഭാഷണങ്ങളിൽ വളരെ വ്യക്തമായി ആനുകാലിക വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. വെള്ളാപ്പള്ളി നടേശൻ ക്ഷമ പറയണം എന്ന് പറഞ്ഞുകൊണ്ടും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടും രണ്ട് വാദഗതികളുണ്ട്. സ്ട്രെയിറ്റ് ആയ ചോദ്യം, വെള്ളാപ്പള്ളി നടേശൻ ക്ഷമ പറയണമോ എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് ആ വിഷയത്തിൽ പറഞ്ഞു തുടങ്ങാനായിട്ടുള്ളത്? ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഒരു സാമൂഹ്യ ശ്രദ്ധ കിട്ടേണ്ടത് അദ്ദേഹത്തിന് അനിവാര്യമായൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് PC ജോർജിന് അദ്ദേഹം നിൽക്കുന്ന മുന്നണിയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയും, അപ്പോൾ തന്നെ തീവ്ര വലതുപക്ഷ വിശ്വാസമുള്ള, രാഷ്ട്രീയ വിശ്വാസമുള്ള ജനവിഭാഗങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവരും ഹൈന്ദവരുമായ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഒരു വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പറയണമെന്നില്ലെങ്കിലും ഒരു സാമൂഹിക ശ്രദ്ധ ആവശ്യമായിരുന്നു. രണ്ടാമത്, സംഘടനാപരമായി വെള്ളാപ്പള്ളി നടേശൻ മുൻപും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിലും ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ക്രൈസ്തവ പക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹം, കാരണം അദ്ദേഹം എടുത്തു പറഞ്ഞത് പെന്തക്കോസ്ത് സമൂഹത്തെ തന്നെയാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടതും പെന്തക്കോസ്തുകാരാണ്. ഇതിൽ എൻ്റെ അഭിപ്രായം, ക്രൈസ്തവ സഭയുടെ ആദിമ കാലഘട്ടം മുതൽ രണ്ട് രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഒന്ന് കായികമായ ആക്രമണങ്ങളായിരുന്നു. അതിനൊരിക്കലും സഭ ആ രീതിയിൽ കായികമായി പ്രതിരോധിച്ചിട്ടില്ല. കുരിശുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കത്തോലിക്ക സഭ തന്നെ പിന്നീട് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, തെറ്റായിപ്പോയി എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട്.
എന്നാൽ ഭൗതികമായ ആക്രമണങ്ങളെ എല്ലാ കാലത്തും സഭ തുടക്കം മുതലേ സ്വീകരിച്ചതിനെ നേരിട്ടിട്ടുണ്ട്. അതിനെ ഭൗതിക തലങ്ങളിൽ തന്നെ നേരിട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും നേരിട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നുള്ള അതിൻ്റെ ഔദ്യോഗിക വക്താക്കളോ അല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ വക്താക്കളായി ഈ സമൂഹം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരോ പ്രതിരോധിക്കുന്നതിൽ തെറ്റില്ല, മറുപടി പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്നുള്ളത് ക്രൈസ്തവമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പം താങ്കൾ പറഞ്ഞ അനുസരിച്ച് നമുക്കൊരു പ്രതിരോധം സൃഷ്ടിക്കാം, അതെക്കാലത്ത് വേണ്ടതാണ്. അത് ഉപദേശ സംബന്ധമായ വിഷയങ്ങളിലാണെങ്കിലും സഭയുടെ മറ്റ് ഭൗതിക ഘടനയിലാണെങ്കിലും സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും സഭ എപ്പോഴും ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മളുടെ ശക്തന്മാരായ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്, സംസാരിക്കുന്നവരുമുണ്ട്, എഴുത്തുകാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, സംഘടനയും സഭയും രണ്ടായി കാണേണ്ടി വരുന്നു. കാരണം ക്രൈസ്തവ സഭയ്ക്കൊരു മൂല്യമുണ്ട്, അല്ലെങ്കിൽ അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അപ്പോൾ ക്രിസ്തു മുന്നോട്ട് വെച്ച ആശയത്തെ ആസ്പദമാക്കിയിട്ട് മാത്രമേ നമുക്കൊരു വിഷയത്തെ പറയാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പം ആ വീക്ഷണത്തിൽ സംഘടനയുടെ പ്രതികരണത്തെ ഒരു പ്രതിരോധമായി മാത്രമാണോ നമ്മൾ കാണേണ്ടത്, അതോ ഒരു പ്രത്യാക്രമണമായി അതിനെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? ഒരു പരിധി വരെ സാറ് പറയുന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യാക്രമണം, അത് വിവേകമില്ലാത്തൊരു പ്രത്യാക്രമണമായി ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ വിമർശനം മാറിയിട്ടുണ്ട്. തലപ്പൊക്കമുള്ള നമ്മുടെ വക്താക്കൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അവർ പറയുന്നത് കേട്ടും കേൾക്കാതെയും ഗണ്യമായ തോതിൽ പെന്തക്കോസ്ത് വിശ്വാസികളിൽ പലരും വെള്ളാപ്പള്ളി നടേശനെ ഒരു ആക്രമണ ഭാവത്തോടുകൂടെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ തെറ്റില്ല. നമ്മുടെ സഭാ നേതാക്കന്മാരോ അല്ലെങ്കിൽ സംഘടനയുടെ നേതാക്കന്മാരോ അദ്ദേഹം മാപ്പ് പറയണം എന്നൊരു സംഘടനയുടെ തത്വത്തിൽ നിന്നുകൊണ്ട്, പെന്തക്കോസ്ത് ഒരു സംഘടനയാണ്, ആ സംഘടനയുടെ തത്വത്തിൽ നിന്നുകൊണ്ട് പറയുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നു. അല്ലെങ്കിൽ അനുകൂലിക്കുന്നു പറഞ്ഞാൽ അതിനെ എതിർക്കുന്നില്ല, അത് തത്വത്തിൽ അംഗീകരിക്കപ്പെടാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വെച്ചാൽ, കുറച്ചുപേർ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ സമൂഹത്തിൻ്റെ, അത് വെള്ളാപ്പള്ളി നടേശൻ പ്രദാനം ചെയ്യുന്ന SNDP സമൂഹത്തിൻ്റെ, ഈഴവ സമൂഹത്തിൻ്റെ ഹിസ്റ്ററി എഴുതുന്നു, അവർക്കുണ്ടായ ഡെവലപ്മെൻറ്റ്, അതിൽ ക്രിസ്തീയ സഭയോ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹമോ ക്രൈസ്തവർ വഹിച്ചിട്ടുള്ള പങ്ക് ഇത്യാദി കാര്യങ്ങളെ സമൂഹത്തിൽ പറഞ്ഞു. ഒരർത്ഥത്തിൽ നല്ലതാണ്. പക്ഷെ അത് കേവലം SNDPക്ക് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും. ഇന്ത്യയിലാണല്ലോ ജാതി വ്യവസ്ഥ നിൽക്കുന്നത്, മറ്റ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ ചെന്നാലും എല്ലാ ഇടങ്ങളിലും സമൂലമായ പരിവർത്തനവും മാറ്റവും വരുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനിത്വം. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഒരു സംഘടനാ നേതാവ് പറയുമ്പോൾ പെട്ടെന്ന് ആ ജാതിയുടെ ചരിത്രങ്ങൾ എടുത്തിട്ട് വിഷയങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മുഖാന്തരമാണ് എന്ന് പറയുന്നതിനകത്ത് എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടായിരിക്കും. പക്ഷെ അത് എത്രമാത്രം ശരിയാണ്. കാരണം ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും എല്ലാ ജാതി മതസ്ഥരും, പ്രത്യേകിച്ച് പല ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉന്നമനം ക്രൈസ്തവരുടെ സാന്നിധ്യം കൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് കാര്യം. അപ്പോൾ അത് അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ സമൂഹത്തിനുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അവരുടെ പഴയകാല ചരിത്രങ്ങളെ നമ്മൾ ചെകഞ്ഞിട്ട് പറയും. അതിപ്പോൾ NSS ആണെങ്കിലും മറ്റേത് സംഘടനയാണെങ്കിലും എങ്ങനെ വന്നാലും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് എത്രമാത്രം അഭികാമ്യമാണ് പെന്തക്കോസ്ത് സമൂഹത്തെ സംബന്ധിച്ച്? അത് എൻ്റെ ഒരു വിലയിരുത്തൽ, ഈ സാറ് പറഞ്ഞതുപോലെ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് തന്നെയാണ്. അത് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് എന്ന് നമുക്ക് പറഞ്ഞ് തള്ളേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മിതത്വം എന്ന ഒരു മിനിമം മര്യാദ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് വെള്ളാപ്പള്ളിയിൽ നിന്നും പ്രസ്താവനയിൽ നിന്നും മാറി ഈഴവ സമുദായത്തിൻ്റെ നേരെയുള്ള ഒരു ആക്രമണമായി മാറും ചില ഘട്ടങ്ങളിലെങ്കിലും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ബഹുസ്വര സമൂഹമായ കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു ഒരു വേർതിരിവിന് കാരണമാകും എന്നാണ് എൻ്റെ തോന്നൽ. അത്
ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആ സമുദായത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതെ, അത് വെള്ളാപ്പള്ളി എന്ന വ്യക്തിയുടെ പ്രസ്താവനയാണ് വിമർശിക്കേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു യോഗ അധ്യക്ഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്, ശുചിപാർശകനെയാണ് അതിനെ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പൈസ കൊടുത്ത് 500 രൂപ കൊടുത്തെന്നോ ഒന്നുമല്ല. ഒത്തിരി പേര് രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്, ക്രൈസ്തവ ഭാഗത്തേക്ക് ഈ സമുദായത്തെ വിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അപ്പം ഞാൻ അതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം, അദ്ദേഹത്തിൻ്റെ വിഷമത്തെ അദ്ദേഹം പബ്ലിക്കിൽ അത് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവായിട്ടാണ് ക്രൈസ്തവ സമൂഹം എടുക്കേണ്ടതാണെന്ന് എൻ്റെ പക്ഷം. കാരണം അതൊരു വലിയ കാര്യമല്ലേ. നമ്മൾ പൈസ കൊടുത്തിട്ടാക്കുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ സുവിശേഷം പറഞ്ഞാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമവും വിലാപവുമായിട്ട് മാത്രം വിലയിരുത്തുന്നതിന് പകരം കടന്നാക്രമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിനോട് പാർശ്വപ്രതികരണം പറഞ്ഞത് അത് ഒരർത്ഥത്തിൽ ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ പരാമർശം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പരാജയത്തെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതാണ്. അദ്ദേഹത്തിനത് അങ്ങനെ അല്ലെങ്കിൽ അത് പറഞ്ഞേ പറ്റൂ. കാരണം പിന്നീട് മാത്യു സാമുവൽ അടക്കം അങ്ങനെ യൂട്യൂബിൽ പ്രസിദ്ധനായ പത്രപ്രവർത്തന അദ്ദേഹമൊക്കെ അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹിതം എത്ര പേര് അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്, ഇത് കൃത്യം കണക്ക് വെച്ച് അവരത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലകളിൽ അതിനെ നമുക്ക് യഥാർത്ഥത്തിൽ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ വിലാപമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അതിനെ ചിന്തിക്കുന്നത്. ഇത് PC ജോർജിനുള്ളൊരു മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോഴും ഈ കോണ്ടസ്റ്റ് ആണല്ലോ വ്യാഖ്യാനത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് മാത്രം നിൽക്കണം എന്നല്ല പറയുന്നത്. PC ജോർജിനൊരു മറുപടി കൊടുക്കുമ്പോൾ തന്നെ ഒരു സോഷ്യൽ ഫാക്റ്റാണ് പറഞ്ഞത്. അതിൽ നമുക്ക് വിയോജിപ്പുള്ളൊരു കാര്യം, പൈസ കൊടുത്തും ആഹാരം കൊടുത്തും ക്രിസ്ത്യാനികളിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാർ 100 കണക്കിന് ആളുകളെ മതം മാറ്റുന്നു. ലവ് ജിഹാദ് ഒരു കുടുംബത്തെയല്ലേ കൊണ്ടുപോയുള്ളൂ. അപ്പം 2 തെറ്റെന്ന് പറയുന്നത്, ലവ് ജിഹാദും ഭരണഘടന അനുശാസിക്കുന്ന ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം വെച്ച് ഒരാൾ മാറുന്നതും ഒരുപോലെയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. പക്ഷെ ആ പോയിന്റ് അധികം പേര് മെൻഷൻ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരുന്നു പറയേണ്ടത്. വെള്ളാപ്പള്ളി മാപ്പ് പറയണം എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട. പക്ഷെ ആ പ്രധാനപ്പെട്ട പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു, അത് മെൻഷൻ ചെയ്തവരുണ്ട്, പക്ഷെ അത് സൈഡായിപ്പോയി. പിന്നെ വേറെ ഒന്ന് നമുക്ക് പറയാനുള്ളത്, ഈ അപ്പോളജിസ്റ്റുകൾ ആരും അങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയില്ല, അപ്പോളജിസ്റ്റുകൾ പറഞ്ഞിട്ട് അറിയില്ല. പക്ഷേ ഈ പ്രതികരിക്കുന്ന 100 കണക്കിന് ആളുകൾ പറയുന്ന ഒരു ഇതുണ്ട്, ഇത് ഒരു ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, മാർഗമാണ്. അത് ദൈവശാസ്ത്രപരമായിട്ട് ശരിയാണ്. പക്ഷേ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ രൂപവും സാമൂഹിക ഘടനയുമെല്ലാം ഉള്ള ശരിയായ ക്രിസ്ത്യാനികൾ മതവിശ്വാസികളല്ലെങ്കിലും അവർ ജീവിക്കുന്നത് ഒരു മതരൂപത്തിൽ തന്നെയാണ്. രാഷ്ട്രത്തിന്റെ അത് തന്നെ നമ്മൾ ഈ റിലീജിയൻ കോളത്തിൽ ക്രിസ്ത്യൻ പറ്റുകയില്ല. അപ്പോൾ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇപ്പോൾ ഇസ്ലാം മതക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇസ്ലാം അല്ലാത്ത എല്ലാവരും പറയുന്നത് മുഹമ്മദ് നബി സ്ഥാപിച്ചു എന്നാണ്. അവർ പറയുന്നത് അള്ളാഹു സ്ഥാപിച്ചതാണ്, ആദം നബിയുടെ കാലത്തുള്ളതാണ്. അത് അവരുടെ വിശ്വാസപരമായിട്ട് ശരിയാണ്. പക്ഷെ സമൂഹത്തിന് അങ്ങനെ വിശ്വാസപരമായിട്ട് ഒരു കാര്യത്തെ വിലയിരുത്തേണ്ടതില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഈ ഒരു മനുഷ്യനെ വഞ്ചിക്കുക അങ്ങുന്നത് ഭരണഘടനാപരമായൊരു തെറ്റാണ്. അതും ഭരണഘടന നൽകുന്ന മൗലികമായ സ്വാതന്ത്ര്യത്തെയും ഒരുപോലെ ദുർവ്യാഖ്യാനം ചെയ്തു. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് പ്രതികരിക്കാം. അപ്പോൾ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും സാവധാനതയും കൊണ്ട് പ്രതിവാദം പറയാം. പക്ഷെ ഈ ക്ഷമ പറയിപ്പിക്കുക എന്നുള്ളത്
ക്രിസ്തീയ സഭയുടെ ഒരു കാലഘട്ടത്തിലെയും മാതൃകയായിരുന്നില്ല. വെള്ളാപ്പള്ളി ഇത് തിരുത്തണം, മനസ്സിലാക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയായിരുന്നു വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഞാൻ അതിനകത്ത് നിന്ന് ഒരു ടേക്കുള്ള ഒരു പോയിന്റ്, അതായത് പെന്തക്കോസ്ത് സഭ ഇനി ക്രിസ്തീയ സംഘടനാ സംവിധാനങ്ങളുണ്ട്, കത്തോലിക്ക മുതൽ ഇങ്ങോട്ടുള്ള വളരുന്ന ഒരു സംഘടന, വളരുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത്. ഇപ്പം എല്ലാവരുടെ വാക്കിൽ അതുണ്ട്. കാരണം ഇവരാരും കത്തോലിക്ക സമുദായത്തിലേക്ക് പോകുന്നില്ല, യാക്കോബ് വിഭാഗത്തിലേക്ക് പോകുന്നില്ല. ഇവരെല്ലാം പോകുന്ന എങ്ങോട്ടാണ്? പെന്തക്കോസ്ത്. അതിൽ ഈ പെന്തക്കോസ്ത് തന്നെ രണ്ട് വിധത്തിലുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. കാരണം ഈ ന്യൂജൻ ചർച്ചുകൾ എന്ന നിലയിൽ നമ്മുടെ ട്രഡീഷണൽ പെന്തക്കോസ്തുകാർ അവതരിപ്പിക്കുന്നതിന് പൊതുസമൂഹം പെന്തക്കോസ്തനാകാം. അവർക്കത് വേർതിരിച്ച് കാണാനായിട്ട് കഴിയും. അപ്പം പൊതുവിൽ നമ്മൾ പറഞ്ഞാൽ ഈ പോകുന്ന യഥാർത്ഥത്തിൽ അതിനകത്തൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്, അത് ഭാഷ അങ്ങനെ ഉൾക്കൊള്ളുന്നത് എനിക്കറിയില്ല, ഞാൻ കാണുന്നത് ക്രിസ്തീയ സംഘടനകളിൽ വളരുന്ന സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ വളരുന്ന പ്രസ്ഥാനം പെന്തക്കോസ്താണ് എന്ന് അദ്ദേഹം ഒരർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുക. അതും അഭിമാനമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ഭാഷക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചത്. സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി പരോക്ഷമായി പറയുന്നത് വളരെ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ നമ്മൾ സാമൂഹ്യശാസ്ത്രം വെച്ച് പറഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കാനും അവരെ കൂടെ ചേർക്കാനും പറ്റുന്നൊരു സമൂഹം പെന്തക്കോസ്താണ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരർത്ഥത്തിൽ ഒരു പരോക്ഷമായ സെൽഫ് ഗോളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അമിതമായ മറുപടി ഒരു ആക്രമണമായിട്ട് മാറി. വെള്ളാപ്പള്ളിയുടെ ഫാമിലിയെ, വെള്ളാപ്പള്ളിയുടെ കുടുംബാംഗങ്ങളെ, സമുദായത്തെ, വെള്ളാപ്പള്ളിയുടെ മതത്തെ വരെ ചിലര് ഈ മനസ്സിലാക്കിയ കാര്യം, ചിലർ ഇതൊന്നും പബ്ലിസിറ്റി ചെയ്യാതെ അവരുടെ വിശ്വാസങ്ങളെ രഹസ്യമായി കൊണ്ടുപോകുന്ന ഒരു സമൂഹമൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇതിനകത്ത് നമ്മൾ വലിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ചിലർ അത് അവർക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അതൊന്നും അവർ പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവരാതെ മാറിയൊക്കെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം ആ നിലകളിൽ നമുക്കിതൊരു തിരിച്ചടിയും കൂടെ എന്ത് ചെയ്തു. കാരണം ഈ SNDP സമുദായം അവിടെ നിന്ന് കുറേ ഒത്തിരി പേര് നമ്മൾ ക്യാച്ച് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ചിലർ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് നോർമലൈസ് ചെയ്യാതെ അതിനെ നമ്മൾ വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്ന് പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ പോലെ ടാഗ് ലൈനായിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ആൾക്കാർ എല്ലാവരും ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒക്കെ പറഞ്ഞു തുടങ്ങി. അതൊരു പൊതുസമൂഹത്തിൽ അതൊരു തിരിച്ചടി ആയിട്ടില്ല എന്നല്ല. തിരിച്ചടി ആയിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഒരു കാരണം വെള്ളാപ്പള്ളി ഇതിന് ഈ പെന്തക്കോസ്തുകാരുടെ പ്രസ്താവനയ്ക്ക് തിരിച്ചൊരു റിപ്ലൈ കൊടുത്തായിട്ട് എനിക്കറിയില്ല. ഇല്ല, മൈൻഡ് ചെയ്തിട്ടില്ല. അതാണ് സത്യം, മൈൻഡ് ചെയ്തിട്ടില്ല. ഇനി വെള്ളാപ്പള്ളി മൈൻഡ് ചെയ്തിരുന്നെങ്കിലോ ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കാനും കുറേ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അല്ല, അതിൻ്റെ അതൊരു പ്രശ്നം ഞാൻ കാണുന്നത്. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം അത് വേറൊരു സംഘടന, കത്തോലിക്ക സഭയാണ്, അവർ പറയുമ്പോൾ വെള്ളാപ്പള്ളി മാപ്പ് പറഞ്ഞെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം പ്രതികരിക്കുക വന്നപ്പോൾ ഇവരോട് പ്രതികരിക്കില്ല. കാരണം അത് പുള്ളി വലിയ ഗൗരവമായിട്ട് ചെയ്തിട്ടില്ല, കാണുന്നില്ല, അത് പുള്ളിയുടെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, അപ്പോൾ ഇവർ വേറെ സംഘടനയാണ്, അവർ സമരം പ്രഖ്യാപിക്കും, അല്ലെ അടുത്ത നടപടികൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമരം പ്രഖ്യാപിക്കാൻ പറ്റും. അദ്ദേഹത്തിന് വീട്ടുപടിക്കൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പറ്റും. എപ്പോൾ നോക്കിയാലും പ്രസ്താവന ഇറക്കാനായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളുകളായി പറഞ്ഞ മൂല്യങ്ങളിൽ ഇത് നിങ്ങളൊക്കെ പരസ്യ പ്രഭാഷകരാണ്. അപ്പോൾ ഈ പരസ്യ പ്രസംഗത്തിൽ നിങ്ങൾ പൊതുവെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെക്കൊള്ളൊക്കെ തിരിച്ചടിയില്ല. നിങ്ങളെന്നെ ഉദ്ദേശിക്കുന്നത് ഞാനും കാരണം നമ്മൾ പറയുന്നത് വഴി തടയാത്ത, സമരം ചെയ്യാത്ത, ബസ്സിന് കല്ലെറിയാത്ത, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത ഒരു സമൂഹമാണ് ഞങ്ങൾ എന്ന് പറയും. നമ്മൾ സമരത്തിലേക്ക് കടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വേണ്ടേ നമ്മൾ ഇടപെടാം. ഈ വെള്ളാപ്പള്ളി നടേശന് PC ജോർജ് പോലും ഒരു തൽക്കാലം വലിയൊരു മറുപടി കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ PC ജോർജിനെ ഇത് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു ആക്രമണമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ചില മറുപടികളൊക്കെ PC ജോർജിനെയും കടത്തി വെട്ടുന്നത് പോലെ വാക്കുകൾ കൊണ്ടല്ലെങ്കിലും ആയിപ്പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രതികരണവും ക്രൈസ്തവമായിരിക്കണം.
അതെ, അവിടെ അതിലേക്ക് ഞാൻ എൻ്റെ ചോദ്യം വരുന്നത്. ഈ ബിബ്ലിക്കൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ബൈബിൾ എന്തുണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരാൾ നമ്മളോട് എതിർക്കുമ്പോൾ അവരോട് പ്രതികരിക്കേണ്ട രീതിശാസ്ത്രം എന്താണെന്ന് കൃത്യമായി ബൈബിൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നു. അത് പ്രത്യേകിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ് പ്രത്യേകം എടുത്ത് പഠിക്കുന്നു. അപ്പം അതിൽ യേശു ചിലരോടൊക്കെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ, പക്ഷെ അതെല്ലാം യഹൂദ സമൂഹത്തോടു കൂടി, അതായത് സ്വന്തം സമൂഹത്തിൽ ഉള്ള ആളുകളോടാണ് അതെ. പക്ഷെ പുറത്തുള്ളവരോട് അങ്ങനെയല്ല യേശു എന്ത് ചെയ്യും, പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാൾ നമ്മളെ ആക്രമിക്കുമ്പോൾ വാക്കുകൾ കൊണ്ടാകട്ടെ കായികമാകട്ടെ, അവരോട് നമ്മൾ പുലർത്തേണ്ട രീതിശാസ്ത്രം എന്താണ് എന്ന് ബൈബിൾ പറയുന്നു. അത് പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. ഈ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു മറുപടി, ആ മറുപടി എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയോടുള്ളൊരു തർക്കം എന്നുള്ളതല്ല, ഇതെന്താണെന്ന് നമുക്ക് പറയാനുള്ളൊരു അവസരമാണ്. അത് പറയേണ്ടതുമായിരുന്നു. അത് വെള്ളാപ്പള്ളിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച്. വെള്ളാപ്പള്ളിക്കും കൂടെ ഇത് ബാധകമാണ്. അപ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക, അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ള ഒരു ശൈലിയല്ല. ഇനി നമ്മൾ പ്രതിവാദം പറഞ്ഞാലും അതിന് ക്രൗര്യമായ ഒരു ആക്രമണ ശൈലി ക്രൈസ്തവല്ല. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ഇട്ട പോലെ, അപ്പോസ്തലനായ പൗലോസ് സ്തെഫാനോസിനെ കൊന്നതിന് മാപ്പ് പറയണം എന്നവിടെ ആരും പറയുന്നില്ല. മറിച്ച് ഈ പൗലോസ് പിൽക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാവിൽ ഒരാളായിട്ട് മാറുകയാണ്, അപ്പോസ്തലന്മാരുടെ ഏറ്റവും ശക്തനായിട്ട് മാറുകയാണ്. അപ്പോൾ ആ നിലകളിലല്ലേ നമ്മൾ ഈ വിഷയത്തെ പരിഗണിക്കുന്നത്? തീർച്ചയായിട്ടും ആ ഒരു ക്രിസ്തീയ മനോഭാവം അത് നമ്മുടെ സംവാദ മേഖലയിലും ഉണ്ടാകേണ്ടതാണ്. മറ്റൊന്ന്, ഈ കർത്താവായി യേശുവിനെ അടിക്കുന്നുണ്ട്, എന്നെ അടിച്ചത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. മാപ്പ് പറയാൻ കർത്താവ് ആവശ്യപ്പെടുന്നില്ല. തിരിച്ച് അവരോട് ക്ഷമിക്കണമെന്ന് ആരോട് പ്രാർത്ഥിക്കുകയാണ്? കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തോട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് വേറെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെന്തക്കോസ്ത് സമൂഹത്തിലെ തന്നെ നേതൃനിരയിലുള്ളതോ പ്രധാനപ്പെട്ട വ്യക്തികളോ മനുഷ്യവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം വായിലാ കുന്നിലപ്പന്മാരായിട്ടിരുന്നിട്ടുള്ളൂ. ഒരു മാപ്പ് പറയണമെന്നോ തിരുത്തണമെന്നോ ഒന്നും ഇവരാരും വേണ്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ധാർമ്മികമായി വെള്ളാപ്പള്ളിയോട് മാപ്പ് പറയാനുള്ള ഒരവകാശവും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം ഒരു ഇൻസൈഡ് വിഷയങ്ങളായിരുന്നു. പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ പ്രതികരിക്കേണ്ട പല കാര്യങ്ങൾ, ഇൻസൈഡിൽ പ്രതികരിക്കേണ്ട പല കാര്യങ്ങളിലും പ്രതികരിക്കാതെ വെള്ളാപ്പള്ളിയോട് പ്രതികരിക്കുന്ന ഒരു രീതി, ശൈലി, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, വെള്ളാപ്പള്ളിയല്ല, വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ കുറിച്ച് അതിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ആഭ്യന്തര വിഷയം ബോധപൂർവം എടുത്തിട്ടതല്ല. പക്ഷേ ഈ ഇങ്ങനെ എനിക്ക് ചോദ്യമുണ്ട്, ബോധപൂർവം എടുത്തിട്ടതാണോ എന്നൊരു ചോദ്യമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചാൽ. അല്ല, ബോധപൂർവം എടുത്തിട്ടതല്ല, പക്ഷേ ഇതല്ലാതെ വേറെ ഒരു ടൂൾ എനിക്ക് അവിടെ വയ്ക്കാനില്ല. ഒന്ന്. രണ്ടാമത്, ഇത് പ്രതികരിക്കാൻ ബാധ്യതയുള്ളവരാണ്. അപ്പോൾ സ്വന്തം സമുദായത്തെ തിരുത്താൻ തയ്യാറല്ലാത്തവർ വെള്ളാപ്പള്ളി തിരുത്തരുതെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ആത്മാർത്ഥപൂർവമല്ല. അത് ആ കാണിക്കുന്ന ഉത്സാഹം ഒരു അപഹാസ്യമാണ്. എനിക്ക് പറയാനുള്ളത്, ഈ സംഘടനയിലെ തലപ്പത്ത് നിൽക്കുന്നവർക്ക് ആ സംഘടനയുടെ നേതൃത്വം എന്ന നിലയിൽ പ്രതിരോധിക്കാം. അദ്ദേഹം അതുകൊണ്ട് ആ അർത്ഥത്തിൽ വെള്ളാപ്പള്ളി മാപ്പ് പറയണം എന്ന് പറഞ്ഞ പ്രയോഗത്തെ നമ്മൾ തെറ്റായിട്ട് കാണുന്നില്ല. അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല. അതായത് ഞാൻ അതിനെ ക്ലിയർ ചെയ്ത് എനിക്കിനെ പറയാം. ഒരാൾ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി സാർ മാപ്പ് പറയണം എന്ന് ഒരു പൊതു പ്രസ്താവന നടത്തുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ആ പറയുന്നയാള് ബാക്കി കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം പറയണതാ ബിബ്ലിക്കൽ ആസ്പെക്ട്സ്. അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച്, ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ആണ്. ബിബ്ലിക്കൽ കൺസെപ്റ്റും ഇതും കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അതിനെങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്? അത്
ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് ഞാൻ പറഞ്ഞു വരെ ഞാൻ തന്നെ തിരുത്തുക. ഈ സംഘടനയുടെ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ ഈ സംഘടനയാണല്ലോ ഇന്ന് സഭയെ ഭരിക്കുന്നത്. അപ്പോൾ ഈ സംഘടന ഉണ്ടായത് സഭയ്ക്ക് ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ സംഘടന സഭയുടെ നാവാണ് ആവേണ്ടത്. അപ്പോൾ സംഘടന ക്രിസ്തുവിൻ്റെ പേരിലുള്ളതാണെങ്കിൽ അത് പറയാൻ പറ്റുകയില്ല. ക്രിസ്ത്യാനികളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവർക്ക് മാപ്പ് പറയണമെന്ന് പറയാൻ വേണമെങ്കിൽ ഒരു കൊടിയൊക്കെ കുത്തുകയൊക്കെ ചെയ്യാം. അല്ലാതെ വേറൊരു പ്രശ്നം ഞാൻ കാണുന്നത്, ഈ കൂടുതൽ പറയുമ്പോഴും പല നേതാക്കന്മാരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതായത് അവർ ഈ അകത്തെ കാര്യങ്ങൾ പറയുന്നില്ല, പുറത്തെ കാര്യമില്ല, അവർ അവരുടെ കാര്യങ്ങളുമായിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി പൊതുസമൂഹത്തിലാണെങ്കിലും ഇത് പറയുമ്പോൾ തന്നെ ചിലർ മാത്രമാണ് പെന്തക്കോസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അത് ഒരു യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ കാണാതിരിക്കുന്നുകൂടാ. പക്ഷെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം വേദപുസ്തക അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട്. അതല്ലേ പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട. പിന്നെ ഇതിനകത്തൊരു പോസിറ്റീവ് വശം, ക്രിയാത്മകമായ വശം എന്ന് പറയുന്നത്, ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പെന്തക്കോസ് നേതൃത്വം ഇതിനോട് പ്രതികരിച്ചു. അതൊരു പോസിറ്റീവാണ്. തീർച്ചയായിട്ടും അതിനെ കാണണം. അങ്ങനെ പറയാനൊരു ആർജവത്വവും കാണിച്ചു, ഒരു പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള കാണിച്ചു. ഇനി ഞാൻ അതിനെ ഒരു മറ്റൊരു കാരണം, അതായത് നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച്, വിശേഷിച്ച് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനകൾ അഭികാമ്യമല്ല. അപ്പം ആ നിലയിലൊരു സാമൂഹ്യ സ്ഥിതിയിൽ നിന്നുകൊണ്ട്, സാമൂഹിക ബോധത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉയർന്നു വരേണ്ടതല്ലേ? പ്രതികരിക്കേണ്ട ആളുകൾ ഉയർന്നു വരേണ്ടതാണ്. തീർച്ചയായിട്ടും പ്രതികരണം വേണം. പക്ഷെ ആ പ്രതികരണം ക്രൈസ്തവമായിരിക്കണം. ഇവിടെ ഈ ഒരു കൗണ്ടർ അറ്റാക്ക് വന്നപ്പോൾ അവിടെ വെള്ളാപ്പള്ളി ഒരു മിതത്വം കാണിച്ചു. മിണ്ടാതിരിക്കുക എന്ന ബുദ്ധിപൂർവമാണോ അല്ലയോ അദ്ദേഹം അതിന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രസന്റ് സിറ്റുവേഷനിൽ വരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് രണ്ടാമതുണ്ടായ വിവേകമെങ്കിലും നമുക്കുണ്ടാവണം. ഇത് നമ്മളിതിങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു ഇഷ്യൂസിനെ കത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന വിഷയമുണ്ട്. ഇപ്പം ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ ഈ ശത്രുക്കളോട് ക്ഷമിക്കാൻ പറയുന്നു, എതിർക്കുന്നവരോടും നമ്മൾ പ്രതിവാദം പറയുമ്പോൾ തന്നെ അത് ബിബ്ലിക്കലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോക്ക്. അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമുക്ക് വെള്ളാപ്പള്ളി ക്ഷമ പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനകൾ ഒരു സംഘടനാ നേതാക്കളും ചെയ്യുന്നത് അഭികാമ്യമല്ല. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഒരു കാൺസെപ്റ്റ്, ഈ പ്രസ്താവനകൾ ഇങ്ങനെ പറയാമോ, വെള്ളാപ്പള്ളി സാറും ക്ഷമ പറയണ്ട ഞങ്ങൾ. അതിൻ്റെ കാരണം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരും ഇങ്ങോട്ട് ക്ഷമ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ദൈവം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനകൾ താങ്കളിൽ നടത്താതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഞങ്ങൾ ആരെയും നിർബന്ധമായി ചെയ്തിട്ടില്ല. മാനസാന്തരപ്പെടാനും ഒരാൾ ക്രിസ്ത്യാനിയെ തീരാനുമുള്ള കടമകൾ ഒത്തിരി ഉണ്ട്. ഇത്തരത്തിൽ ഇതിനെ ഒരു നല്ല രീതിയിൽ സമീപിക്കാൻ യഥാർത്ഥത്തിൽ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം പൊതുവെന്നുണ്ട്, നിങ്ങളെന്താ ചെയ്യാന്? അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യം സംസാരത്തിലേക്ക് എടുത്തത്. അപ്പം ആ നിലകളിൽ വേണം നമ്മുടെ പ്രതികരണം മുന്നോട്ട്. ഒരാവേശത്തിലല്ല പ്രതികരിക്കുന്നത്. കയ്യടി കിട്ടുന്നുണ്ട്. നമ്മൾ ഈ സൈബർ എന്താ പറയുക, ഒരു പടയാളികളുണ്ട് നമുക്ക്, അവർ കൈയടിക്കുക, അത് ഷെയർ ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഒരു വശം മാത്രമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഒരു അവമതിപ്പുണ്ട്. അപ്പോൾ ആ നിലകളിലേക്ക് പോകാതെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ നമ്മുടെ സംസാരത്തിൽ നിന്ന് പൊതുവായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് സാറ് പറഞ്ഞ ആ വ്യൂ പോയിന്റിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായം വന്ന് നിൽക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് പറയാൻ അദ്ദേഹം വിട്ടുന്നൊരു അവസരമായിരുന്നു. അത് കുറച്ച് പേര് പറഞ്ഞു. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഇടയിലാണ് ഇത് കൊടുത്തത്. അതിന് പകരം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ക്രൈസ്തവ സമീപനം
അതിന് പ്രതിരോധമായിട്ട് ഈ ആക്രമിക്കാൻ വരുന്നവനെ ചിരിച്ചുകൊണ്ട് നേടാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മാതൃക ഈ പ്രതിരോധത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് കൂടുതൽ വിജയമായിരുന്നേനെ. പിന്നെ അതിര് കടന്ന പ്രതികരണം ഒരു പക്വതയില്ലാത്ത സമൂഹമാണ് എന്ന് ഈ പുറം ലോകം നമ്മളെ വിലയിരുത്താൻ ചിലപ്പോൾ കാരണമായേക്കാം. പിന്നെ മറ്റൊന്ന്, ഈ ആലപ്പുഴയിൽ കിടക്കുന്ന വെള്ളാപ്പള്ളിയെ ഇടുക്കിയിലും അങ്കമാലിയിലുമൊക്കെ ഇരുന്ന് നമ്മൾ വിമർശിക്കുമ്പോൾ, ആ വെള്ളാപ്പള്ളിയുടെ സമുദായത്തെ സൂചിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത നമ്മുടെ ഈഴവ സുഹൃത്തുക്കളുടെ ഹൃദയമാണ് വേദനിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ പൊതുവായിട്ട് പൊതുസമൂഹത്തോട് ഈ വിഷയം സംബന്ധിച്ച് പറയാനുള്ള കാര്യം, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച വിഷയത്തിൻ്റെ അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി മാപ്പ് പറയേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് ക്രിസ്ത്യാനിത്വം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരാൾ പെട്ടെന്ന് ക്രിസ്ത്യാനിയായി തീരാനായിട്ട് കഴിയില്ല. ഒരു സമുദായങ്ങളെ, ഒരു വ്യക്തികളെ നമുക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനായിട്ട് കഴിയില്ല. ഇത് മനപരിവർത്തനത്തിൻ്റെ മാർഗം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളെയും ആ നിലകളിൽ, ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അദ്ദേഹത്തോട് ക്ഷമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനും, അദ്ദേഹം കൂടെ മാനസാന്തരപ്പെട്ട് ഈ വാനകത്തിലേക്ക് വരിക എന്നുള്ളതാണ് ക്രിസ്തീയ തത്വം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. പക്ഷേ ആ പ്രതികരണം കൃത്യമായും ബൈബിൾ ആസ്പദമാക്കിയുള്ള ഒരു പ്രതികരണമായിരിക്കണം. ക്രിസ്തു എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, ആ നിലയിൽ വേണം നമ്മൾ പ്രതികരിക്കാൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ച തത്വം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയത്തിൽ സംസാരിച്ച് വന്നപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, വെള്ളാപ്പള്ളി ക്ഷമ പറയേണ്ട കാര്യം ഇല്ല, വെള്ളാപ്പള്ളി സാധു ക്രിസ്തുവിനെ അറിയണം എന്ന സത്യമാണ് മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ഷിജു ആനിപ്പാസ്ക്ക് പ്രത്യേകിച്ച് സന്നദ്ധിയുടെ നന്ദി അറിയിക്കുന്നു. ദൈവദാനമായിട്ട് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് തിരുവോര പ്രഭാഷകൻ എന്നുള്ളതിൽ അദ്ദേഹം വളരെ ശക്തമായ സാമൂഹ്യ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് സ്നേഹിക്കുന്ന കർത്തദാസനാണ്. കൂടുതൽ അവസരങ്ങൾ ദൈവം നൽകട്ടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും